ലൈഫ് മിഷൻ കോഴക്കേസ് ശിവശങ്കർ ജാമ്യാപേക്ഷയിൽ വാദം നാളത്തേക്ക് മാറ്റിയിരിക്കുന്നു. രേഖകൾ കണ്ടെടുക്കാനുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ്. രേഖകൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കാമെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ. ഒരേ വസ്തുതയിൽ 2 കേസ് രജിസ്റ്റർ ചെയ്യാനാകുമോ എന്ന് കോടതി. ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കും എന്നും കോടതി പറഞ്ഞു. അശ്വതിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അശ്വതി, ജാമ്യാപേക്ഷയിൽ നാളത്തേക്കിനെ വാദം മാറ്റിയിരിക്കുന്നു. കോടതി എന്തൊക്കെ ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്? ലൈഫ് മിഷൻ കോഴക്കേസിൽ ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ വാദം നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. രേഖകൾ കണ്ടെടുക്കാനുണ്ടെന്നാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും എൻഫോഴ്സ്മെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് രേഖകൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കാമെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. അത് കോടതി അതുപോലെ തന്നെ ചോദിച്ചത് ഒരേ വസ്തുതയിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്യാനാകുമോ എന്ന് കോടതി ചോദിച്ചു. ആദ്യത്തെ കേസിൽ തന്നെ രണ്ടാമത്തെ ആരോപണം അന്വേഷിച്ചുകൂടായിരുന്നു എന്നാണ് കോടതിയുടെ ചോദ്യം. കോടതി ഇന്ന് ചോദിച്ചിരിക്കുന്നത്. ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന് IAD കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ലോക്കർ തുറന്നത് ശിവശങ്കർ നിർദ്ദേശിച്ച പ്രകാരമാണെന്നും വേണുഗോപാലിന്റെയും സ്വപ്നയുടെയും മൊഴി ഇത്തരത്തിലുള്ളതാണെന്നും ഇത് പരിഗണിച്ചാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ആരോഗ്യനില മോശമാണെന്ന വാദം ശരിയല്ലെന്നും ശിവശങ്കറിന്റെ ആരോഗ്യനില മോശമാണെന്ന വാദമാണ് ആദ്യം മുതൽക്ക് ശിവശങ്കർ ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ ഈ വാദം ശരിയല്ലെന്നും ED കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വിശദമായ വാദം കേൾക്കുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനുമായി കോടതി നാളത്തേക്ക് ജാമ്യാപേക്ഷയിലെ വാദം മാറ്റിവെച്ചിരിക്കുന്നത്.